உனக்கு பைத்தியம் பிடிச்சிருக்கா? எடடா ஐயோ எடடா என்ன மானம் கெடுத்துறதுக்காக மண்டைக்காட்ட கோயில கொடி போட்ட மாதிரி எடுத்து டெக்கரேட் பண்ணிருக்கு. நீ என்ன பண்ண போற? இன்னையில இருந்து நான் ஜெட்டி போடும். என்ன? இன்னையில இருந்து ஜெட்டி தான் நான் போடுவேன். ஐயோ ராமராமா. ஐயோ എന്ത് വേണം സാർ? എന്താ വേണ്ടേ? ഈ സാറിന്റെ സൈസിന് രണ്ട് ജട്ടി എടുത്തു കൊടുത്തേ. സൈസ് എത്ര സാറേ? അത് വേണമല്ലേ? അതിപ്പോ സാറേ സൈസ് എത്രന്ന് പറഞ്ഞില്ല. തേങ്ങ രംഗം പാഞ്ചാലി വസ്ത്രാക്ഷേപം. വന്നിരിക്കില്ല. പണ്ടമാണുനി അണയ പണ്ടമാണുനി പണ്ടമാണുനി അണയ പണ്ടമാണുനി ദാസിയാണുനി വെറും ദാസിയാണുനി ദാസിയാണുനി വെറും ദാസിയാണുനി വിടുകയില്ല കൊടിയ കുലടയെ അടിയടിച്ചു പടിയടച്ചു വഴിയിലാക്കിടും ഇവളെ വഴിയിലാക്കിടും. നിന്റെ കിട്ടനോട് പറ വാങ്ങിച്ചു തരാൻ. ഒന്ന് പറ മാഷേ, ഒന്ന് പഠിക്കാമെന്നേ.
ഇത്രയും മാറുന്നത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഇവന്മാര് സ്ഥിരം ചളമാണ്. സെക്കൻഡ് ഷോ പോയാൽ മതിയായിരുന്നു. ഞാൻ മറ്റേ തലയിലിട്ട് ചാവരാടി. ഞാൻ വരടെ കിഷേ. വരുന്ന തിങ്കളാഴ്ച ഉദയാസ്തമന വഴി നടത്തിയേക്കാമേ. ഉപദ്രവിക്കരുതേ, പരീക്ഷിക്കരുതേ. ഈശ്വര കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാനേ. நீ சிவசுப்ரமணியன் கையில இருந்து சம்பளம் வாங்க கூடாது. அவன் கொடுக்கறதுதான் வாங்கணும். அவன் எந்த விதமான தொந்தரவும் பண்ணக்கூடாது. പാട്ടിയമ്മ ഒരു വിശേഷം അറിഞ്ഞോ? എന്നാ? ഇന്നലെ രാത്രി ചേക്കേരിയുടെ പറമ്പില് ഈശ്വരൻ പ്രത്യക്ഷപ്പെട്ടത്രേ. അവിടെ അമ്പലം കെട്ടാൻ പോവാ. நேற்றுக்கு ராத்திரி கடவுள் இங்கேயும் வந்தாச்சு. நான் என்ன கண்ணால பார்த்தாச்சு. അതെയോ? ஆமா. ഒക്കത്തിനൊരു യോഗം വേണേ. വയസ്സുകാലത്ത് പാട്ടിയമ്മയുടെ ഒരു ഭാഗ്യം. நேற்று ராத்திரி நான் கடவுளை பார்த்தபோது உன்னை பாக்குற மாதிரியே இதுடா சுப்பு. நீ பிறந்தப்பவே நான் நினைச்சேன் உனக்கு என்னவோ ஒரு தெய்வீக சக்தி இருக்குன்னு. எனக்கு ஆபீஸுக்கு போக டைம் ஆச்சு. சீக்கிரம் காப்பி எடுங்க. இதோ போறேன் போறேன். ஈஸ்வர மம்தாச்சு போடு. തന്നെ കൊണ്ടൊരു പിണ്ണാക്കിനും കൊള്ളൂല്ലോ. ഇത്രയും നാളായിട്ട് അവളോട് ഇഷ്ടമാണെന്നൊരു വാക്ക് വെക്കാൻ വയ്യെങ്കിൽ മനുഷ്യനെ മെനക്കെടുത്താ ചുമ്മാ ചലമ്പാണ്ട് പോയി സ്വാമി. പറയണമെന്നുണ്ട്, പക്ഷെ അടുത്ത് ചെല്ലുമ്പോ ഒരു പേടി. ഈ പ്രേമം എന്നൊക്കെ പറഞ്ഞാല് നട്ടലുള്ളമാർക്കേ പറ്റൂ. ശങ്കര ഒന്ന് സഹായിക്കണം. ഇനി എന്തൊരു സഹായിക്കാൻ? ഇതിനൊക്കെ നല്ലത് ഞാൻ അവളെ പ്രേമിക്കുകയാണ്. രഹസ്യം പീസ്. അയ്യോ ശങ്കര, ശങ്കര സ്വാമി ആ ലൈറ്റ് കണ്ട? അത് വിൽക്കാനൊക്കെ ശങ്കര. വിൽക്കാനല്ലേ അത് ഞാൻ പറയണേള്. കണ്ണും പിണിയും കണ്ടുകൂടെ സ്വാമി. ഈ പെണ്ണിന്റെ മനസ്സിലും ഇതുപോലൊരു ലൈറ്റ് ഉണ്ട്. അവിടെ പച്ച കത്തിയാ പ്രേമം നടക്കും, ചെവല കത്തിയാ ഡിം നടക്കൂല. അതുകൊണ്ട് അവിടെ പച്ചയാണോ ചെവലയാണോ എന്ന് ആദ്യം കണ്ടുപിടിക്കും. അതെങ്ങനെ? ഒന്നുമില്ലേ സ്വാമി. ഇനി അവളെ സൗകര്യത്തിന് കിട്ടുമ്പോ കണ്ണു അടച്ചോണ്ട് ഒറ്റ പറച്ചില്ല. ഇട്ടമാണെങ്കിൽ പച്ച സാരി കൊടുത്തോണ്ട് വാ, ഇല്ലേ ചെവല സാരി കൊടുത്തോണ്ട് വാ. രണ്ടിലൊന്നും അറിയാവല്ലേ? അത് കൊള്ളാം ശങ്കര. സ്വാമിയുടെ കൈയൊന്നും ഇല്ലേ? ഒന്നും എടുത്തില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഉരുട്ട് ചെമ്പ് പാത്രങ്ങൾ എടുത്തോണ്ട് വന്നാൽ ഞാൻ വാങ്ങിക്കില്ല. ചെമ്പിനൊക്കെ വില കുറഞ്ഞ്. ഇപ്പൊ ഇതേ ഉള്ളൂ. നാലെണ്ണയ്ക്ക് പാറ്റാഗുളിക വാങ്ങിച്ച് പാട്ടയ്ക്ക് പഴഞ്ഞിയിൽ കുഴച്ച് കൊടുക്കി കൊഴിയട്ട് തരി. 4 എണ്ണെങ്കിൽ 4 എണ്ണ വായു ഗുളിക വാങ്ങിക്കാവല്ലേ. മേക്കാട്ടെ രോഹിണിയുടെ കല്യാണത്തിന് എന്തെങ്കിലും കൊടുക്കണ്ടേ മോളെ? ഞാൻ എന്തെങ്കിലും മേടിച്ചോ? അമ്മയ്ക്ക് എവിടുന്നേ കാശ്? അപ്പുറത്തെ രാമചന്ദ്രന്റെ അടുത്ത് വാങ്ങിച്ചതാ. ഞാൻ വരുമ്പോ വാങ്ങിച്ചോണ്ടിരാ. നിന്റെ പ്രായത്തിലുള്ള ഓരോരോ പെൺകുട്ടികളെ കല്യാണം കഴിഞ്ഞ് പോകുമ്പോ അമ്മയുടെ വയറ്റിലെ തീയ. അമ്മയ്ക്ക് എപ്പോഴും ഇങ്ങനെ ഓരോന്ന് എണ്ണിപ്പറക്കിരുന്ന് വിഷമിക്കാനേ നേരമുള്ളൂ. എന്റെ വിഷമം എനിക്കല്ലേ അറിയൂ. മേക്കാട്ടെ രോഹിണി നീയും ഒരേ പ്രായ, ഒരുമിച്ച് കളിച്ച് വളർന്നു വരും. അവളുടെ കല്യാണമായി. നിന്റെ കാര്യം ഞാൻ നേരത്തെ വരാം. പിന്നെ മുഹൂർത്തം 6 മണിക്ക് ഒരുങ്ങിയിരുന്നോളൂ കേട്ടോ. നാശം പൊട്ടിയല്ലോ. ചേട്ടാ, എന്നെ അടുത്ത ജംഗ്ഷനിലൊന്നും വിടാൻ പറ്റുമോ? കേറിക്കോളൂ. വരട്ടെ. ഞാൻ തുളച്ചടങ്ങുള്ള മാറുവേ. മൊയിലാളി, മൊയിലാളി. പുണ്യം കിട്ടാനല്ല ജോലി ചെയ്യുന്നത്. ബാലെ പൊളിഞ്ഞത് ഞാൻ കാരണമാണോ? അല്ലെങ്കിൽ കീരിക്കാട്ട് തിയേറ്റേഴ്സിന്റെ ഏത് ബാലയാ ഇവിടെ പൊളിയാതിരുന്നിട്ടുള്ളത്?
നാട്ടുകാർക്ക് കൊതി തീരെ കല്ലും ചെരുപ്പ് എറിയാനും കൂവാനുള്ള ഒരു പ്രസ്ഥാനമാണല്ലോ ഇത്. കാശിന്റെ കാര്യം ചോദിക്കുമ്പോൾ മാത്രം കാതും കേൾക്കൂല, ഉറക്കൂ. മണ്ണ് വാരി അടിക്കും ഞാൻ വായില്. ഉറങ്ങുക. കാശിനല്ല, ഒരു സന്തോഷ വാർത്ത. അണ്ണൻ വിളിക്കിറങ്ങി. എന്താണോ അണ്ണൻ വെളിയിലോട്ടിറങ്ങി വരി. നീ പണ്ടം കണ്ട പെരിച്ചാലി പോലും നിമിടിക്കാണ്ട് കാര്യം പറ. പിന്നെ പറഞ്ഞു. അന്ന് ഞാൻ പറഞ്ഞില്ല എനിക്ക് 500 രൂപ എന്ന സുരേഷ് മേനു സാർ അങ്ങരുടെ കാറില് രോഹിണി, നമ്മുടെ രോഹിണി. എന്താ രോഹിണി കൊണ്ട് തല വെച്ചോ കാറിന്റെ അടിയിൽ? അല്ലല്ല, പിന്നെ ആ കാറിലാണ് രോഹിണി ഇപ്പൊ ഒന്ന് ഇറങ്ങിയത്. മുടിപ്പര അമ്മയ്ക്കാണ് സത്യം. എന്റെ കാശ് ഇപ്പൊ തരും. അണ്ണ വരി വരി അണ്ണ, വീടല്ലേ വെക്കം വരി. അയ്യോ പെയ്യ. അല്ലല്ല, കിടക്കണ്. എന്റെ മുടിപ്പര അമ്മച്ചിയാണ്, കണ്ണ് ദൃഷ്ടിയാണ് ഞാൻ കണ്ടേ. ഒരു വെള്ള ബെൻസ് 555. വലിക്കുന്ന അയ്യോ ഇത് വലിക്കണല്ല, ഓട്ടിക്കണ കാറ് മുതലാളി. എന്റെ മുതലാളി എവിടെ അങ്ങനെ അതിന്റെ അകത്ത് കയറി വിട്ടത്? നീ വല്ല സ്വപ്നം കണ്ട? അല്ല. കേട്ടോ ശരിയാണോ? എന്തായാലും കേട്ടോ ശരിയാണോ? എന്തായാലും രോഹിണി ഇവിടെ ഒരു കാറിൽ ഇറങ്ങി. ഇറങ്ങിയെങ്കില് ഇപ്പൊ ഷുവറായില്ലേ ഓള് പോക്കാണെന്ന് നമ്മൾ ആദ്യം പറയുമ്പോ ആരും വിശ്വസിച്ചില്ല. ഇതിന്റെ സത്യാവസ്ഥ ഒന്ന് അറിയണമല്ലോ. എന്തൊരു സത്യാവസ്ഥ, പെണ്ണ് കയറി കൊളുത്തി പ്രേമം. ഇത് അഡ്ജസ്റ്റ്മെന്റ്. കിട്ടാത്ത മുന്തിരിങ്ങ പുള്ളിക്കും. എന്നാലും പെണ്ണ് പുളിങ്കൊപ്പി തന്നെ കയറി പിടിച്ചുവിട്ടല്ലേ. ഇപ്പൊ ഇവിടെ ഒരു കാറ് വന്നത് പോയോ? വേയ് വേയ്. കാശിന്റെ കാര്യം. എന്റെ കാശ് കണ്ണി കണ്ട ഉത്സവപ്പറമ്പിലൊക്കെ ബാല നോക്കിയിട്ട് നോട്ടീസ് പബ്ലിസിറ്റിയില്ല. ഒരു തയ്യക്കാരനുള്ളത് ആര് ഇന്റർനാഷണൽ തയ്യക്കാരനോ? പ്രസി കൊടുത്ത മാറ്ററിൽ അവിടെ അയലോട്ടം മറ്റിടത്തോണ്ട് വെച്ചിരിക്കുക. ഞാൻ ഒരു ചെറുക്കാനാണ് വിട്ടിരിക്കുന്നത്. അടച്ച് പൂട്ട് ഞാനല്ല. ഇപ്പൊ എന്താ പറഞ്ഞെന്ന് മനസ്സിലായേ? കാശ് കിട്ടൂല, പുതിയ ടെക്നിക്കാ. ഉറക്കമില്ലേ അതിന്റെ 2ാം ഭാഗം. ഈശ്വര, രോഹിണിക്കിന് എങ്ങനെ ഒരു പ്രസന്റ് വാങ്ങിക്കൊടുക്കുക? കണ്ടില്ല കേട്ടോ. പ്രോഗ്രാം ബുക്കിംഗ് അല്ലല്ല. തോന്നുന്നു. കരുനാക്കോടൊന്നും പറയാടോ. അല്ല ഇത് അതല്ല. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ കാറ്. ഏത് കാറ്? സുരേഷ് മേനു സാറിന്റെ കാറ്. വരി, ഇരുന്ന് നിരങ്ങാതെ വരി. ഇവിടെ ഒരു പെങ്കൊച്ചുണ്ടല്ലോ, രോഹിണിയാ? ആ കുട്ടിയുടെ കൊടുത്തേക്കൂ. കൊടുത്തേക്കാം. ആ കുട്ടി അതൊക്കെ ഞങ്ങൾക്ക് അറിയാം, നിങ്ങൾ പോയി. അണ്ണാ, ഈ ചങ്കരയൊന്നും ചുമ്മാ പറയില്ലെന്ന് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലേ? ആ സുരേഷ് മേനു അവർക്ക് സമ്മാനങ്ങൾ വരെ കൊടുത്തയക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. രോഹിണി വിത്ത് ലവ്. ഇതിനകത്ത് എന്തരം നോക്കിയാനി? ഇതിനകത്ത് എന്തരെന്ന് നോക്കിയാനി? എന്തിനാ ആവട്ടെ. അവളോട് ഓഫീസ് റൂമിലേക്ക് വരാൻ പറയൂ. വരുന്നുണ്ട്. ഇരിക്കാൻ. രോഹിണിക്ക് ഒരു സമ്മാനം തരാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത്. എന്തേ? ഇത് തന്നെ. ഇതെങ്ങനെ ഇവിടെ വന്നു? അപ്പൊ ഇത് ഞാൻ വാങ്ങിച്ചു തന്നതല്ല എന്ന് കണ്ടപ്പോ തന്നെ മനസ്സിലായില്ലേ? എന്നാൽ എന്റെ വക ഒരു സമ്മാനം കൂടിയുണ്ട്. ഇന്നു മുതൽ രോഹിണിയാണ് എന്റെ ബാലയിലെ നായിക. തന്നെ എന്താ വിശ്വാസമാകുന്നില്ലേ? ഞാൻ പുതിയ ബാലയെ തുടങ്ങുന്നു. സത്യവാൻ സാവിത്രി. സാവിത്രിയാണ് രോഹിണി. സത്യവാൻ ആരാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ഇത് ഒരു ചെറിയ അഡ്വാൻസ് വാങ്ങിച്ചോളൂ. പിന്നെ രോഹിണിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നറിയാം. എന്തെങ്കിലും കൂടുതൽ ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ പറയാൻ പഠിക്കരുത്. ഇപ്പൊ അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അറിയാം. അഥവാ ഉണ്ടെങ്കിൽ തന്നെ സഹായിക്കാൻ ഒരു വലിയ ശക്തി തന്നെ പുറകിലുണ്ടല്ലോ. എപ്പോഴും പെടപെടാ. കല്യാണം കല്യാണോ? തന്നെ വിവരക്കേട് തന്റെ കൂടപ്പറപ്പ. കല്യാണമൊക്കെ നമ്മളെ അറിയിക്കേണ്ട നടത്തുവോ? അല്ലേ രോഹിണി?
എന്തൊക്കെ പറഞ്ഞാലും ഇത്രയും വലിയൊരു ബന്ധം കിട്ടിയ താൻ ഭാഗ്യവതിയാ. മനസ്സിലായില്ല. എല്ലാം ഞങ്ങൾക്ക് മനസ്സിലായി. എന്റെ കൂടെ വേല ഇറക്കരുത്. സുരേഷ് മേനോൻ സാറ് അപ്പിയെ കെട്ടാൻ പോണ കാര്യം നാട്ടിൽ മുഴുവൻ പാട്ടാണ്. എന്നിട്ട് എന്തൊരു നീ ഒളിച്ചു കളി? നിങ്ങൾ വെറുതെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കരുത്. ഞാൻ ഉണ്ടല്ലോ. പെൺകുട്ടികളല്ലേ, ഈ പ്രേമം വിവാഹം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആദ്യം ഒന്ന് നാണിച്ചും പ്രതിഷേധിച്ചും ഒക്കെയല്ലേ സമ്മതിക്കൂ. പക്ഷേ എനിക്കൊരു അപേക്ഷയുണ്ട്. കല്യാണമൊക്കെ കഴിഞ്ഞ് വലിയ ആളാവുമ്പോ ഈ എളിയ കലാകാരനെയും ഈ കലാക്ഷേത്രത്തെയും ഒന്നും മറന്നു കളയരുത്. പൊക്കോളൂ. സത്യവാൻ സാവത്തിന് സ്ക്രിപ്റ്റ് കൊടുത്തേക്കാം, പഠിച്ചോളൂ. എങ്ങനെയുണ്ട് എന്റെ ട്രീറ്റ്മെന്റ്? അയ്യോ, മൊയിലാളി ആര്? കള്ളനല്ലേ, പെരുങ്കള്ളനല്ലേ. ഇനി ഒരു മയത്തില് ഇവളെ ഞാൻ കയ്യിലെടുക്കും. ഇവള് വഴി സുരേഷ് മേനോനെ ഞാൻ കയ്യിലെടുക്കും. എന്നിട്ട് സുരേഷ് മേനോന്റെ കാശ് കൊണ്ട് ഒരു നല്ല ട്രൂപ്പ് ഒപ്പിച്ച് കയ്യിലെടുക്കും. എന്നിട്ട് ഇവന്മാരെയൊക്കെ ഉണ്ടല്ലോ, ഇവരെയൊക്കെ ഞാൻ ഈ കൈവെള്ളയിലിട്ട് അമ്മാനമാടും. കാലത്തെ പാട്ട് നന്നായിരുന്നു കേട്ടോ. വെറുതെ ഒരു രസത്തിന് പാടിയതാ, ഇത്രയും ആളെ കൂട്ടൊന്നും കരുതില്ല. ദേ, ഇതാണ് ഞങ്ങളുടെ കുടുംബക്ഷേത്രം. കുടുംബത്തിലെ മൂത്ത സന്തതി ഇവിടുത്തെ പൂജാരി ആവണമെന്നാ എന്റെ വലിയ താത്ത ആ മുറ തെറ്റിച്ചു. അങ്ങനെ കുടുംബം കുട്ടിച്ചോറായി. വലിയ ശക്തിയുള്ള പ്രതിഷ്ഠയാണേ. ഇപ്പം മുറപ്രകാരം ഇവിടുത്തെ പൂജാരി ആവേണ്ടത് ഞാനാ. പിന്നെന്തേ ആവാത്തെ? പൂജാരി ആവണമെങ്കിൽ വേളി കഴിക്കാൻ പാടില്ല, ബ്രഹ്മചാരി ആവണം. വേണി കഴിക്കാൻ പാടില്ലാത്തോണ്ടാണോ പൂജാരി ആവാത്തെ? അതെ. സുബ്രഹ്മണ്യം ആരെയാ കല്യാണം കഴിക്കണേ? അത് എനിക്ക് ഒരു പെൺകുട്ടിയെ ഇഷ്ടമാണ്. ആരെ? ആണുങ്ങൾക്ക് നാണം ഉണ്ടാവാൻ പാടില്ലെന്നാ പറയുന്നത്. പക്ഷെ ഈ കുട്ടിയെ കുറിച്ച് പറയുമ്പോ എനിക്കൊരല്പ നാണുണ്ട്. പ്രത്യേകിച്ചും ആ കുട്ടി എന്റെ കൂടെ ഉണ്ടാവുമ്പം. ആരായി കുട്ടി? ആരെന്ന് ഞാൻ പറയണില്ല. പക്ഷെ ഇപ്പോ എനിക്കിത്തിരി നാണാവണുണ്ട്. ഞാൻ പോട്ടെ, നേരമായി. അല്ല, എന്താ ഒന്നും പറയാണ്ട പോകുന്നത്? അല്ല, പറയാൻ കുട്ടിക്ക് നാണമുണ്ടല്ലേ? സാരമില്ല, ഞാനൊരു വഴി പറഞ്ഞുതരാം. രോഹിണിക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ നാളെ ഒരു പച്ച സാരി എടുത്തിട്ട് വരണം. ഇഷ്ടമല്ല വെച്ചാല് ഒരു ചുവപ്പ് സാരി എടുത്തോളൂ. പിന്നെ ഞാൻ ഉപദ്രവിക്കുകയില്ല.